ഗംഭീര പടമാണ്. ഇതൊക്കെ എത്രയും മുകളിലാണെന്ന് പറയാനുള്ളത്. വെരി വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഇന്റർനാഷണൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു പടമാണ്. നല്ല മൂവിയായിരുന്നു. അതെ, ആ എക്സ്പെക്ടേഷൻ നമ്മൾ കീപ്പ് ചെയ്ത പോലെ തന്നെ ഉണ്ടായിരുന്നു. സന്ദീപിൻ്റെ പെർഫോമൻസ് എടുത്തു പറയണം. അതുപോലെ ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര പീക്ക് ലെവലായിരുന്നു. മ്യൂസിക് ഒക്കെ നല്ല രീതിക്ക്, തിരക്കഥയും പെർഫോമൻസ് എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയായിരുന്നു. വെറൈറ്റി പടമാണ്. ക്ലൈമാക്സ് വന്നിട്ട് അടിപൊളിയായിരുന്നു. സന്ദീപിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും സൗണ്ട് എഫക്ട്സ് ആണെങ്കിലും എവറിത്തിങ് ഇസ് വെരി ഗുഡ്. നല്ല രസമുള്ള ഒരു മൂവിയാണ്. മസ്റ്റ് വാച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അടിപൊളിയായിരുന്നു. ഭയങ്കര ഫ്രഷ് കൺസെപ്റ്റായിട്ട് തോന്നി. നമുക്ക് ഭയങ്കര കണ്ടോണ്ടിരിക്കുമ്പോൾ ഭയങ്കര പുതിയൊരു പെർസ്പെക്റ്റീവ് ഒക്കെ കിട്ടും. ആനിമൽ ട്രിയോളജി ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ നല്ലതായിട്ട് തോന്നി. ആനിമൽ ട്രിയോളജി അതുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ വേറെ രീതിയിലുള്ളൊരു പടമാണ് ഇത്. മൊത്തത്തിൽ അതെ അതെ ഉറപ്പായിട്ടും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കങ്ങനെ നന്നായിട്ട് സൂപ്പറായിട്ടായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ നല്ല ട്വിസ്റ്റായിരുന്നു. സിനിമ അൺഎക്സ്പെക്റ്റഡ് ക്ലൈമാക്സ് നന്നായിരുന്നു, സൂപ്പറായിരുന്നു. എല്ലാവരും നന്നായിരുന്നു. ശരിക്കും ഒരു ഇൻ്റർനാഷണൽ ഷെഫാണ്. മലയാളത്തിൽ നിന്നാണ് ഇങ്ങനൊരു സിനിമ വന്നതെന്നുള്ളതിൽ മലയാളികളായി നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ബാഹുവിൻ്റെ സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, രഞ്ജിത്ത് അയ്യത്തിൻ്റെ ഡയറക്ഷൻ, സന്ദീപിൻ്റെ പെർഫോമൻസ് എല്ലാം ട്രൂലി ഇൻ്റർനാഷണൽ പടം. അതെ അതെ അതെ. ഇപ്പോൾ സന്ദീപിൻ്റെ ഒരു പാക്കേജ് കംപ്ലീറ്റ് ആയതുപോലെ തോന്നുന്നു. എല്ലാ തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, കോമഡി, ആക്ഷൻ, ഇത് വളരെ ഇമോഷണലി ഇൻറ്റൻസ് ആയൊരു സിനിമയാണ്. അതും ചെയ്തതോടെ സന്ദീപ് ഒരു ഓൾറൗണ്ടർ ആണെന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. ട്രൂലി ഇൻ്റർനാഷണൽ. കിഷ്കിന്ദാണ്ടും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ട് തരം സിനിമയാണ്. എന്നാലും പേഴ്സണലി എനിക്ക് കിഷ്കിന്ദാണ്ടത്തെക്കാളും അതിനേക്കാളും ഇൻ്റർനാഷണൽ, അതിനേക്കാട്ടിലും ക്വാളിറ്റി റൈറ്റിംഗ്, ക്വാളിറ്റി ഇമോഷണൽ സ്റ്റഫായിട്ടാണ് തോന്നിയത്. താങ്ക് യു സോ മച്ച്. സ്ക്രിപ്റ്റിംഗ് ആണല്ലേ പടത്തിന്റെ മെയിൻ? സ്ക്രിപ്റ്റിംഗ് ആണല്ലേ? സ്ക്രീൻ പ്ലേ, സിനിമാറ്റോഗ്രാഫി, നമ്മൾ ആ വ്യൂസും ഇതൊക്കെ ശരിക്കും ബിഗ് സ്ക്രീനിൽ കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. സന്ദീപിന്റെ പെർഫോമൻസ് എക്സലന്റ് ആക്ടിങ്. നമുക്ക് കണ്ട് ഇരുന്ന എന്താ പറയാ, ഒരു പറയാൻ വാക്കുകളില്ല. എക്സലന്റ് പെർഫോമൻസ്. ഡെഫിനറ്റ്ലി കൃഷ്ണകാന്തക്കാട്ടിലും കൂടുതൽ എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട്. വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലേ അത് പറയാൻ പറ്റും. സൂപ്പർ, അടിപൊളി എക്സ്പീരിയൻസ്. അതെ അതെ, ആ ഒരു ഫീലുണ്ട്. അതിന് മേലെയായിട്ട് എനിക്ക് തോന്നിയത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളി. ടെസ്റ്റിന് പറയല് ടെസ്റ്റ് എല്ലാവരും അടിപൊളിയാണ്. ഒരാളെ മാറ്റി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളി. മ്യൂസിക്കൊക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ അടിപൊളി. നമ്മളവിടെ സീറ്റഡ്ജ് എന്നൊക്കെ പറയത്തില്ലേ, അതെ അതെ. ഇത് ഏത് ലാംഗ്വേജ് ഇറക്കിയാലും പൊക്കോളും. ശരിക്കും ട്രെയിലർ ഞാൻ കണ്ടില്ല. പിന്നെ ഇത് അടിപൊളി, ഡോഗിൻ്റെ പരിപാടിയൊക്കെ അടിപൊളി. എങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് മസ്റ്റ് വാച്ച് ഐറ്റം, ഉറപ്പാണ്. തിയേറ്ററിൽ തന്നെ കാണണം. ഇത് ഇനി എന്താ പറയുക, ആളുകൾ കണ്ട് കയറും എന്ന് തന്നെ അറിഞ്ഞ് കയറും. ഇതൊരു മൗത്ത് പബ്ലിസിറ്റിയോടുകൂടി കയറാൻ പോകുന്ന പടമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കിഷ്കിന്ദാകാണ്ഡമാണെങ്കിൽ ഒരു ആസിഫ് അലി എന്ന് പറഞ്ഞ ഒരു ഫാക്ടർ ഉണ്ടല്ലോ, ഇവിടെ ആ ഒരു ഫാക്ടർ വരുന്നില്ല. ഇതൊരു ആളുകൾ മൗത്ത് പബ്ലിസിറ്റികളിലൂടെ അറിഞ്ഞ് കയറണം. ഇങ്ങനെ നല്ല നല്ല പരിപാടികൾ വരട്ടെ. ഇൻ്റർനാഷണൽ സ്റ്റാഫ് എന്ന് പറയുന്നതിനകത്ത് അതിശയോക്തിയൊന്നുമില്ല. കൊള്ളാം, അടിപൊളി. അത്രയ്ക്കും ടെക്നീഷ്യൻസ് വർക്ക് ചെയ്ത മൂവിയാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിയേറ്ററിൽ നിന്ന് കാണുക. അതെ, ഭയങ്കര സന്തോഷത്തിൽ എന്താ പറയണമെന്നൊന്നും അറിയില്ല. ചേട്ടാ, പ്രീവിയസ് ഫിലിംസിലെ ആനിമൽസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ ഈ മൂവിയിലും ഇമ്പോർട്ടൻസ് ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടേഴ്സാണ്. നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെ പോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടർ.